ഹലോ. അപ്പോൾ IPL ഈ സീസണിൽ ഒരു ഫീൽഡിങ്ങിൽ മോശം ഒരു ടീമുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം പറയാൻ പോകുന്ന പേര് പഞ്ചാബിൻ്റെ പേരായിരിക്കും. ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചാബിൻ്റെയും നമ്മുടെ SRH-ആയിട്ടുള്ള കളിയിൽ SRHൻ്റെ ബാറ്റേഴ്സിൻ്റെ എത്ര ക്യാച്ചാണ്, ഏകദേശം 4-5 ക്യാച്ചാണ് പഞ്ചാബിൻ്റെ ഫീൽഡർമാർ വെറുതെ നിസ്സാരമായി നിലത്തിട്ടത്. അതും ഈസി ക്യാച്ചസ്, വെറുതെ റിസ്ക് ഒന്നും എടുക്കാണ്ട് കയ്യിലേക്ക് വന്ന കുറേ സിറ്റേഴ്സാണ് അവർ കൈവിട്ടത്. അപ്പം നമുക്കറിയാം കഴിഞ്ഞ കളികളിലൊക്കെ ആണെങ്കിലും പഞ്ചാബിൻ്റെ ഇടയ്ക്കൊക്കെ ഹീറോ ആയിട്ട് മാറിയ ഒരു പ്ലെയറാണ് ശശാങ്ക്. ഈ ശശാങ്ക് തന്നെ ഈ ഒരു സീസണിൽ 6 ക്യാച്ചസാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതും എനിക്ക് തോന്നുന്നത് ശശാങ്ക് ലാസ്റ്റ് 2 കളി കളിച്ചിട്ട് പോലും ഇല്ലായിരുന്നു, പരിക്ക് കാരണം എന്തോ. അപ്പം ഇന്നത്തെ കളിയിലും നമുക്ക് കാണാൻ പറ്റിയത് ശശാങ്ക് വീണ്ടും ക്യാച്ച് കളഞ്ഞു. ഈ പുള്ളി നമ്മുടെ ആരാ മാർക്കോ യാൻസന്റെ ഓവറിൽ ഒരു ക്യാച്ച് പോയി. ചഹലിന്റെ 2 വിക്കറ്റാണ് ക്യാച്ച് കാരണം മിസ്സായത്, ക്യാച്ച് ഡ്രോപ്പ് ആയത് കാരണം. അതെനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയൻ പ്ലെയറായ ഒരു കോപ്പർ കൂണലെയും പിന്നെ അതുപോലെ തന്നെ കുറേ 2-3 പ്ലേയേഴ്സ് ഇതുപോലെ തന്നെ മത്സരിച്ച് ക്യാച്ച് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ക്യാച്ച് മാത്രമല്ല, ഫീൽഡിങ് വളരെ സ്ലോപ്പി ആയിട്ടുള്ള ഫീൽഡിംഗ് ആണ് പഞ്ചാബ് കാഴ്ചവെച്ചത്. പിന്നെ നമ്മുടെ പ്രഭുരാം സിംഗ്, പഞ്ചാബിൻ്റെ ഓപ്പണിംഗ് ബാറ്റർ, പുള്ളിയും വിക്കറ്റ് ടീമിലും വളരെ ശോകമായിരുന്നു. പുള്ളിക്ക് കിട്ടിയ ചാൻസും സ്റ്റമ്പിങ്ങിന് കിട്ടിയ ചാൻസും പുള്ളി മിസ്സാക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇഷാൻ കിഷന് 2 ലൈഫാണ് കിട്ടിയത്. ആ 2 ലൈഫ് കിട്ടിയ ഇഷാൻ കിഷൻ ഏറ്റവും അവസാനം അടിച്ചു തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ക്ലാസിൻ്റെ ക്യാച്ച് വിട്ടു. ആ ക്ലാസനാണ് ഇന്നത്തെ ഇന്നിങ്സിൻ്റെ ഒരു നട്ടൽ അല്ലെങ്കിൽ നെടുന്തൂണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഈ മാതിരി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പഞ്ചാബ് നമ്മുടെ ഹൈദരാബാദ് ഒരു 230 ടോട്ടൽ എടുത്തിട്ടുണ്ട് 20 ഓവറിൽ. അപ്പോൾ പഞ്ചാബ് എങ്ങനെ ഇത് ചേസ് ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ടൂർണമെൻറ്റിൽ മികച്ച ഫോമിൽ സ്റ്റാർട്ട് ചെയ്തൊരു ടീമാണ് പഞ്ചാബ്. ഇതിനു മുന്നേ ഇവർ ഈ 200+ ടോട്ടൽസ് ഒക്കെ ഏറ്റവും കൂടുതൽ തവണ ചേസ് ചെയ്തെടുത്തൊരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേസിങ്ങിൽ ഇവരെ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഫീൽഡിങ് കുറച്ചുകൂടി മെച്ചമായിരുന്നെങ്കിൽ, ബോളേഴ്സിനെ കുറച്ചുകൂടി പിന്തുണ കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഇതിലും ചെറിയ സ്കോറിൽ ഹൈദരാബാദിനെ പിടിച്ചു കെട്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും നമുക്ക് കളിയുടെ റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്